ബെന്നി കോട്ടപ്പുറം സാർ, ഒത്തിരി നന്മ, ഒത്തിരി നല്ല കാര്യം. അങ്ങയുടെ ചാനലിലൂടെ മണിയാശാന് കൊടുത്ത അത് കുറിക്ക് കൊള്ളുന്ന വാക്കാണ്. ചെങ്കൊടി എന്നത് വിയർപ്പിൻ്റെ സ്വരമാണ്. അതിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിയാശാന് തെറ്റ് പറ്റിയിടത്ത് അതിനെ ന്യായീകരിക്കാൻ വന്ന കുറേ പേരുണ്ട്. മണിയാശാന് തെറ്റുപറ്റിയത് 1000 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ തന്ന പൈസ കൊണ്ട് ഞണ്ണിയിട്ട് ഞാൻ കൂട്ടു വന്നില്ല എന്ന് പറഞ്ഞാലേ മണിയാശാൻ പറഞ്ഞത്. ശരിയാണോ സാറേ? അത് ശരിയല്ല. അവർ കൊടുത്ത പൈസ, അല്ലെങ്കിൽ ഈ മണിയാശാൻ കൊടുത്ത പൈസ എന്നത് സാധാരണക്കാരൻ കൊടുത്ത ടാക്സിൻ്റെ പൈസയാണ്. ആ പൈസ പോലും പറഞ്ഞിട്ട് അത് ഞങ്ങൾ തന്നാണ്, അത് ഞണ്ണിയിട്ടാണ്. വാക്കുകൂടെ അദ്ദേഹം സൂക്ഷിച്ചേ ഉപയോഗിക്കാവൂ. കാരണം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് നന്നായിട്ട് അറിയാം. അത് ഞണ്ണിയിട്ട് ഞങ്ങൾ കൂട്ട് വന്നില്ല. ഇതെന്ത് അഹങ്കാരത്തിൻ്റെ രാഷ്ട്രീയമാണ്! ഇടത് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ മണിയാശന്മാരെ പോലെ ചില മനുഷ്യർ മുമ്പിലുള്ളതുകൊണ്ട് മാത്രമാണ്. ഈ നാക്ക് അസ്ഥാനത്ത് കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മണിയാശാൻ കൊല്ലാൻ പോകുന്നത്, ശവപ്പെട്ടി വെട്ടാൻ പോകുന്നത് ഇവിടുത്തെ ഇടത് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ശവപ്പെട്ടിക്ക് മണിയടി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് ശവപ്പെട്ടിക്ക് അടിക്കാൻ നിൽക്കരുത്. മണിയാശാൻ പറഞ്ഞത് ഭയങ്കര തെറ്റാണ്, ഭയങ്കര മോശമാണ്. മണിയാശാനെ ഗോവിന്ദൻ മാഷിനോ ശിവൻകുട്ടി സാറിനോ അല്ലെങ്കിൽ പിണറായി വിജയൻ സഖാവിനോ അല്ല ആർക്കെങ്കിലും കൺട്രോൾ ചെയ്യുള്ളൂ. കാരണം കുഞ്ഞുങ്ങൾ കാണുന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അദ്ദേഹത്തോട് നാട്ടിൽ ക്ഷമ ചോദിപ്പിക്കണം. പറഞ്ഞത് തെറ്റാണ്. നിങ്ങളാരും ക്ഷമ വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊക്കെ ആർക്കും ക്ഷമ ചോദിക്കാം. കാരണം എന്താ? ചെങ്കൊടിക്ക് പാറണമെന്നുണ്ടെങ്കിൽ രക്തം വിയർക്കണം. അത്ര ഓർത്തു. എൻ്റെ പേര് ജോൺസൺ കരൂരുന്ന. ഞാൻ ബെന്നി സാറിൻ്റെ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു വൈദികൻ കൂടെയാണ്. എന്നിട്ട് ഞാൻ പറയാണ്, ചെങ്കൊടി പാറണമെങ്കിൽ അത്യാവശ്യം അധ്വാനിക്കണം. അല്ലാതെ സുഖമെത്തെ കിടന്നാൽ വളരുന്നതല്ല ചെങ്കൊടി. അവിടെ അധ്വാനിക്കുന്നതിന് മാത്രമുള്ളതാണ് ചെങ്കൊടിയുടെ പാറലിൻ്റെ സുഖം. ഞാൻ വീണ്ടും നിർത്തുന്നു.